ബാധ്യതകളും കടങ്ങളും ബാധ്യതകളുമെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാം. അതായത് പണം ഉടൻ വരും, ബാധ്യതകളും സാമ്പത്തിക ക്രൈസിസുകളും ഫിനാൻഷ്യൽ ക്രൈസിസും അതുപോലെ തന്നെ എന്താ പറയുക ബാധ്യതകളുമെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കും എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഈ രൂപത്തിൽ ഈ ഒരു ടൈറ്റിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കറകളഞ്ഞ ഒരു ഉദ്ദേശമാണ്, നിഷ്കപടമായ ഉദ്ദേശമാണ്. എല്ലാവരെയും ഇതിലോട്ട് നയിക്കുക എന്നത് തന്നെയാണ്, സമ്പന്നതയിലോട്ട് നയിക്കുക എന്നത് തന്നെയാണ് ഇതിൽ നിഷ്കപടമായ ഉദ്ദേശം. കാരണം ഞാനിത് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ആളുകൾക്കറിയാം, ഒത്തിരി ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ട്രെയിനേഴ്സിന്റെയും അതുപോലെ തന്നെ ലോകത്ത് നമ്മൾ ധനവാന്മാരാണ്, പണക്കാരാണ് എന്ന് നമ്മൾ അറിയുന്ന ബിൽ ഗേറ്റ്സ് ആവട്ടെ, മാർക്ക് സുക്കംബർഗ് ആവട്ടെ, അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ, റോക്ക് ഡി ഫെല്ലർ എന്നൊക്കെ പറയുമ്പോൾ ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനാണെന്നാണ് അറിയപ്പെടുന്നത്. ഇന്നേ വരെ ലോകം അദ്ദേഹത്തെക്കാളും വലിയൊരു ധനവാനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്ന പണം, അദ്ദേഹത്തിന്റെ സമ്പത്ത്, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി, അത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ ഒരായുസ് മതിയാകില്ല. അത്രയും പണമുള്ള ആളുകളായിരുന്നു അവരൊക്കെ. അപ്പോ ഇത്തരത്തിലുള്ള അതിധനാഢ്യന്മാരായിട്ടുള്ള സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടിയ, അതായത് പാവപ്പെട്ടവരൊക്കെ ഒഴിവാക്കുന്ന സകല പണവും കുമിഞ്ഞുകൂടിയിരുന്ന ഇത്രയും ധനാഢ്യന്മാരായ ആളുകളുടെ ഒക്കെ ഒരു ഗുരുവുണ്ട്, ഒരു മെന്റർ ഉണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു ട്രെയിനറായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മെന്റർ, ഒരു ഗുരു, ലോകത്ത് ഇത്രയേറെ മനുഷ്യ സ്നേഹിയായ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഗുരു ഉണ്ട്. അദ്ദേഹം, ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഫോർമുല അദ്ദേഹത്തിന് അദമ്യമായ ആഗ്രഹമായിരുന്നു എല്ലാവർക്കും സമൃദ്ധി ലഭിക്കണം. അദ്ദേഹത്തിന്റെ പേര് ഡെൽ കർണഗി എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഡെൽ കർണഗി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാത്തവരില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാത്തവരും വളരെ കുറവായിരിക്കും. ഡെൽ കർണഗി, ഈ ഡെൽ കർണഗിയാണ് ബാരൻ ബഫറ്റ് എന്ന് പറയുന്ന നാണം കുടുങ്ങിയ ചെറുപ്പക്കാരനെ ഇന്ന് മില്യനെയറും ബില്യനെയറും ഒക്കെ ആക്കി മാറ്റിയ ആ മഹാപ്രതിഭ. അദ്ദേഹമാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ജോസഫ് മർഫിയുടെ പുസ്തകം എഴുതുവാൻ ഡെൽ കർണഗിയുടെ കരങ്ങളുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ബുക്കായ, സകല മോട്ടിവേഷൻ ക്ലാസുകൾക്കും മീതെ നിൽക്കുന്ന തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലുള്ള, നെപ്പോളിയൻ ഹില്ലിന്റെ പോലുള്ള പുസ്തകങ്ങൾ എഴുതുവാൻ, മനുഷ്യോപകാരമായ രൂപത്തിൽ ആളുകളെ പരിവർത്തിപ്പിക്കുവാൻ നിഷ്കപടമായി പ്രവർത്തിച്ച ആളാണ് ഡെൽ കർണഗി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി ഇതായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലോട്ട് ഈ ഒരു ഫോർമുല അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഏതൊരു ദരിദ്രനായ വ്യക്തിക്കും സമ്പന്നനാകുവാൻ സാധിക്കും, അതിന് ഫോർമുലയുണ്ട് എന്ന ഒരു ഫോർമുല കീപ്പ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഡെൽ കർണഗി. നെപ്പോളിയൻ ഹിൽ നമുക്കറിയാം. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ വെർജിനിയൽ പൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ദരിദ്രനായിരുന്നു, പണമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അതുകൊണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞെരുങ്ങി പ്രയാസപ്പെട്ടിരിക്കുന്ന നെപ്പോളിയൻ ഹില്ല്, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു കഴിവാണ് എഴുതുവാനുള്ള കഴിവ്. പണമില്ല, പക്ഷെ എഴുതുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ എഴുത്ത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ സമയത്താണ് ഡെൽ കർണഗിയെ നമ്മുടെ നെപ്പോളിയൻ ഹില്ല് കണ്ടുമുട്ടുന്നത്. അതോടുകൂടി നെപ്പോളിയൻ ഹില്ലിന്റെ ജീവിതവും മാറി. ലക്ഷോപലക്ഷം, കോടാനുകോടി, ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതം അന്ന് മുതൽ മാറി തുടങ്ങി. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സൈലന്റ് ആയിട്ട് മുഴുവനായിട്ട് കേട്ടിരിക്കുക. കാരണം നെപ്പോളിയൻ ഹില്ല് ഡെൽ കർണഗിയെ കണ്ടുമുട്ടിയതോടുകൂടി നെപ്പോളിയൻ ഹില്ലിലെ ജീവിതം അടിമുടി മാറി.
അദ്ദേഹം അപ്പോഴാണ് നെപ്പോളിയൻ ഹിൽ മനസ്സിലാക്കിയത് പണക്കാരാകുവാൻ ചില രഹസ്യ ഫോർമുലകൾ ഉണ്ട്. ഡെൽ കാർനെഗി ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നയാ പൈസ കയ്യിലില്ലെങ്കിലും ഒരാൾക്ക് സമ്പന്നനാകുവാൻ സാധ്യമാണ്. അതിനൊരു ഫോർമുല ഉണ്ട് എന്ന് നെപ്പോളിയൻ ഹിൽ മനസ്സിലാക്കുകയും ആ ഒരു തിരിച്ചറിവ് നെപ്പോളിയൻ ഹില്ലിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും, അങ്ങനെ മാറ്റിമറിച്ചപ്പോ നെപ്പോളിയൻ ഹില്ല് ഒരു ഒരു കോൺവെർസേഷനിൽ നമ്മുടെ കാർനെഗി നെപ്പോളിയൻ ഹില്ലോട് പറഞ്ഞു. വളരെ ആഴത്തിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ നെപ്പോളിയൻ ഹില്ലിന്റെ എഴുതുവാനുള്ള കഴിവിൽ മതിപ്പ് തോന്നിയ ഡെൽ കാർനെഗി അദ്ദേഹത്തോട് പറഞ്ഞു, സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, ഹിൽ ഒരു കാര്യം ചെയ്യണം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് എങ്ങനെ പണക്കാരനാവണം, എങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്നും കരകയറണം, എങ്ങനെ ഓരോ ഇഷ്യൂസിൽ നിന്നും പുറത്തു വരണം എന്നറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ താങ്കൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ഹില്ല് പറയുന്നത്, ഒരുപാട് കാലത്തെ ഒബ്സർവേഷന് ശേഷം എനിക്ക് എഴുതുവാനും മനുഷ്യരെ സേവിക്കുവാനും ഒക്കെ ഒരു മനസ്സുണ്ട് എന്ന് കാർനെഗിക്ക് ബോധ്യം വന്നപ്പോഴാണ് തന്നോട് ആ ചോദ്യം ചോദിച്ചത് എന്നതാണ് ഹില്ല് പറയുന്നത്. ആ ഒരൊറ്റ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡി, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാണ് നെപ്പോളിയൻ ഹില്ലിനോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഫോർമുല ഇത് നിങ്ങൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക. ഒന്ന്. രണ്ടാമത്, ഇതിനേക്കാൾ കൂടുതൽ ഡെപ്തായി ഒരു മാറ്റവും ഞാൻ ഈ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ കാര്യത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്കും ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി, അതിന് ഉറപ്പിന് വേണ്ടി ഇന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന അതിസമ്പന്നരായ ആളുകളെ പോയിട്ട് താങ്കൾ ഇന്റർവ്യൂ ചെയ്യണം. എന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവരുടെയൊക്കെ ഈ പണമുണ്ടാക്കുവാൻ അവരൊക്കെ സ്വീകരിക്കുന്ന, അവരുടെയൊക്കെ ഉള്ളിലുള്ള ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ആ രഹസ്യം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇത് ഒരാളെ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്, ഒരു മനുഷ്യന് ഒരാളോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ തൻ്റെ മുമ്പിലുള്ള ആ ബില്യനേറോട് സംസാരിക്കുമ്പോൾ ആ ബില്യനേറുടെ വാക്കുകളിൽ നിന്ന്, ആ ബില്യനേറുടെ അനുഭവങ്ങളിൽ നിന്ന്, ആ ബില്യനേറുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് അവരുടെ വിജയ കഥകൾ ഉരുത്തിരിഞ്ഞെടുക്കുവാൻ ഒരു കഴിവ് വേണം. മനസ്സിലായില്ല? കേവലം കഥകൾ കേട്ട്, സംസാരം കേട്ട് അങ്ങനെയാണില്ലേ എന്ന് പറയുന്നതല്ല. പൂർണ്ണമായിട്ടും എന്താണ് സമ്പന്നതയുടെ, എന്താണ് പണത്തിന്റെ, എന്താണ് സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി അത് മനനം ചെയ്തെടുക്കുവാനുള്ള കഴിവ്, അതാണ് നമ്മുടെ നെപ്പോളിയൻ ഹില്ലിനെ ഒരു പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് പേജുള്ള ഒരു പുസ്തകമാണ്. അതിൽ അവർ പ്രതിപാദിക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലോട്ട് പോകുവാനുള്ള രഹസ്യ ഫോർമുല. ഇത് എത്ര പേർക്ക് അറിയണം? ഒന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ സംസാരിക്കുന്നത് നോക്കണല്ലോ. എത്ര പേർക്ക് ഇത് അറിയണം? പ്ലീസ് ടൈപ്പ് മൈ ഡിയർ ഫ്രണ്ട്സ്. എത്ര പേർക്ക് ഇത് അറിയണം? പ്ലീസ് ടൈപ്പ്. എത്ര പേർക്ക് ഇത് അറിയണം? പ്ലീസ് ടൈപ്പ്. വെരി ഗുഡ്. ഒരു രഹസ്യ ഫോർമുല അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതേപോലെ തന്നെ ആദ്യമായി ഹാപ്പി പാർക്കിന് പ്ലാറ്റ്ഫോമിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അവരൊന്ന് ടൈപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ടൈം, ഞാൻ ആദ്യമാണ് എന്ന് വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ ഒത്തിരി ആൾക്കാരൊന്നുണ്ട്. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ രഹസ്യ ഫോർമുല അദ്ദേഹം പഠിച്ചെടുക്കുന്നത് ഓൾറെഡി ഡെൽ കാർനെഗിയിൽ നിന്ന് അദ്ദേഹം പഠിക്കുകയും അദ്ദേഹം താൻ പഠിച്ചത് തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വിജയിച്ചത് പതിനായിരക്കണക്കിന് ആളുകളുടെ, ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീ പുരുഷന്മാരുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം അത് പ്രാക്ടിക്കൽ വൽക്കരിച്ചപ്പോൾ അവരുടെ ജീവിതവും ഒക്കെ വിസിബിൾ ആയിട്ട് മാറ്റമുണ്ടായപ്പോഴാണ് 20 വർഷമെടുത്ത് 500ഓളം
പ്രതിഭാധനന്മാരായ ആളുകൾ. ആരൊക്കെ ഈ 500 ആൾക്കാർ എന്ന് പറഞ്ഞാൽ? ഒന്ന് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞാൽ ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ. 1024 കണ്ടുപിടുത്തങ്ങൾ ബൾബ് ഉൾപ്പെടെ കണ്ടുപിടിച്ച മഹാപ്രതിഭാധനനാണ്. തോമസ് ആൽവ എഡിസന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച് എന്താണ് ഇവരുടെയൊക്കെ വിജയത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള നേർരേഖ എന്ന് പൂർണ്ണമായിട്ടും അവിടുന്ന് പഠിച്ചെടുത്തു. മനസ്സിലായില്ലേ? അതിനൊക്കെ ഒരു കഴിവ് വേണം. ആ കഴിവുള്ള ആളുകളെ ദൈവം ഓരോരുത്തരെ അയക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മളെപ്പോലത്തെ ആളുകൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ, ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതൊക്കെ വേറെന്താ ഉദ്ദേശം കൊണ്ട് പറയുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് സഹതാപം മാത്രമേ തോന്നൂ. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പണമുണ്ടാക്കാം, ഓരോ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പറയുന്നതിന് കുഴപ്പമില്ല, അവരുടെ കയ്യിൽ പണം ഉണ്ട് എങ്കിൽ. ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയാണ് ഈ കാര്യം പറയുന്നത് എങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഇതൊക്കെ അംഗീകരിക്കാത്ത ആൾക്കാർ മിക്കവാറും പാവപ്പെട്ടവരായിരിക്കാം. അപ്പൊ തോമസ് ആൽവ എഡിസന്റെ അടുത്ത് പോയി പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ റൂസ്വെൽറ്റ്, നമുക്കറിയാം അമേരിക്കയിൽ അബ്രഹാം ലിങ്കൻ കഴിഞ്ഞാൽ അമേരിക്കയിലെ എക്കാലത്തെ മഹാനായ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ തന്നെയാണ്. അദ്ദേഹത്തിന് താഴെ മാത്രമേ ആരും വരൂ. അദ്ദേഹം ഇന്ത്യയിലെ മഹാത്മാഗാന്ധിക്ക് തുല്യനാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ജനപ്രിയനായ അമേരിക്കൻ പ്രസിഡന്റാണ് റൂസ്വെൽറ്റ്. റൂസ്വെൽറ്റിൽ നിന്നും അദ്ദേഹം പഠിച്ചു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനായ റോക്ക്ഫെല്ലർ, യുണൈറ്റഡ് നാഷന്റെ അല്ലെങ്കിൽ UN ആസ്ഥാനം അമേരിക്കയിൽ കൊടുത്ത, ന്യൂയോർക്കിൽ കൊടുത്ത, സൗജന്യമായി കൊടുത്ത ഏക്കറക്കണക്കിന് ഭൂമി, ഇവിടെ നിങ്ങൾ സകല ലോക രാജ്യങ്ങൾക്കും വേണ്ടി ഒരു വേദി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞത് സൗജന്യമായി കൊടുത്ത റോക്ക്ഫെല്ലർ. മനസ്സിലായോ? അതേപോലെ തന്നെ എന്താ പറയാ, ഗ്രാമഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാം തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ മാത്രമാണ്. പ്രതിഭാധനന്മാരായ ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലോട്ട്, സമ്പന്നതയിലോട്ട് എന്ന ഒരു പുസ്തകം നമ്മുടെ നെപ്പോളിയൻ ഹിൽ രചിച്ചു. ഇന്നും നിങ്ങൾക്കത് യൂട്യൂബിലോ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്താൽ ആ പുസ്തകം കാണുവാൻ സാധിക്കും. അങ്ങനെ ആ പുസ്തകത്തിൽ അവർ വിജയത്തിന്റെ ഫോർമുല, അതായത് ദി ഫോർമുല ഓഫ് സക്സസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയും അത് ഒരുപാട് ആളുകളുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി, നെപ്പോളിയൻ ഹില്ലിന്റെ പോപ്പുലാരിറ്റി കൂടിയപ്പോ 1933 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റിന്റെ പ്രത്യേക ഉപദേഷ്ടാവായി, മെന്ററായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ട്രെയിനേഴ്സിന്റെ ഒക്കെ പണി എന്താന്ന്? ഇന്നും അമേരിക്കൻ പ്രസിഡന്റുമാർക്കൊക്കെ ഇതേപോലുള്ള മെന്റേഴ്സ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ലോകത്തെ എന്താ പറയാ, വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇതേ രൂപത്തിലുള്ള മെന്റേഴ്സ് ഉണ്ട്. തോന്നിയതുപോലെ ജീവിക്കുകയല്ല. പലർക്കുമുള്ള വിഷയം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയതിനപ്പുറത്തൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയതുപോലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ, ഇതാണ് ഒരു മനുഷ്യനെ ദാരിദ്ര്യത്തിൽ തളച്ചിടുന്നത്. അതല്ല, ഒരുപാട് എക്സ്പേർട്ടായ ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് 1933 നെപ്പോളിയൻ ഹില്ലിനെ റൂസ്വെൽറ്റിന്റെ ഉപദേഷ്ടാവായിട്ട് നിയമിതനാവുകയും റൂസ്വെൽറ്റ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് വലം കൈയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായി? അപ്പൊ മീൻസ് റൂസ്വെൽറ്റിന്റെ ഉപദേഷ്ടാവായ, ലോകത്ത് കോടാനുകോടി ആളുകളെ സ്വാധീനിച്ച നെപ്പോളിയൻ ഹില്ല് ദി ലോ ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൽ നിന്നും അദ്ദേഹം അതിന്റെ പ്രധാനപ്പെട്ട എസൻസുകൾ മാത്രം എടുത്ത് 1971 നെപ്പോളിയൻ ഹിൽ മരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പുസ്തക രചനയിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ അങ്ങേയറ്റത്തെ മനുഷ്യ സ്നേഹികളായിരുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഹൗ ടു എൻജോയ് യുവർ ലൈഫ്, ഹൗ ടു മാനേജ് യുവർ ലൈഫ്, എങ്ങനെ സന്തോഷ ജീവിതം നയിക്കാം, ഹൗ ടു ബി എ പബ്ലിക് സ്പീക്കർ തുടങ്ങിയ കർണഗിയുടെ ഒക്കെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. മനുഷ്യ സ്നേഹം തുളുമ്പുന്ന, സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ആൾക്കാരായിരുന്നു അവരെല്ലാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പ്രപഞ്ചം അവരോട് മാത്രമേ കനിവ് കാണിക്കുകയുള്ളൂ. സ്വാർത്ഥതയില്ലാത്ത ആളുകളായിരുന്നു. മരിക്കുന്ന സമയത്ത് വരെ, അവസാന നിമിഷം വരെ ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ട് 1971 അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഒരു
പുസ്തകത്തിൽ നിന്നും അതിൻ്റെ ക്രോഡീകരിച്ച ഒരു രൂപമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ, അതിലെ ഈ രഹസ്യ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് കോടാനുകോടി ആളുകൾ പണക്കാരായി. ഒത്തിരി ആളുകൾ കുടുംബ പ്രശ്നമുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവിടെ കുടുംബ പ്രശ്നം മാറി. അതുപോലെ തന്നെ എന്താ പറയാ, സ്വാഭാവികമായിട്ടുള്ള സ്വഭാവ വൈകല്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ വൈകല്യവും മാറി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അത് നമ്മൾ പഠിച്ചെടുത്താൽ നമുക്കും പണക്കാരനാവാൻ സാധിക്കും, നമുക്കും നമ്മുടെ കുടുംബജീവിതം മാറ്റുവാൻ സാധിക്കും, നമുക്കും ഒരു നല്ല മഹാനായ ഒരു മഹത്തരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്കും നേടിയെടുക്കുവാൻ സാധിക്കും. പക്ഷെ ഇതൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താ ചോദിക്കുകയാണെങ്കിൽ, നല്ല ശ്രദ്ധ വേണം. നിങ്ങൾക്ക് കുറെ പണം ഉണ്ടായത് കൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. സാറേ, ഞാൻ ഈ കോഴ്സിന് ചേരാം, എത്ര പണമാണോ നിങ്ങൾക്ക് വേണ്ടത് ഒക്കെ ഞാൻ തരാം. നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റുമോ? പണം നൽകുന്നത് കൊണ്ട് കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എത്ര പണം കൊടുത്താലും നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സ് കൊടുക്കുവാൻ സാധിക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ്? അപ്പൊ ഞാനിപ്പോ ഈ രഹസ്യത്തിന് താക്കോൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ പണം ഉടൻ വരും? ഞാൻ ഈ പറയുന്നത് നീതിവൽക്കരിക്കപ്പെടും. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. നമുക്കൊരു കോഴ്സിന് ചേരുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, പണമുള്ളത് കൊണ്ട് മാത്രമാവില്ല, അതിന് ശ്രദ്ധ വേണം. മനസ്സിലായില്ല? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ശ്രദ്ധയാണ് എല്ലാത്തിൻ്റെയും താക്കോൽ. ശ്രദ്ധയില്ലാതിരുന്നാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങൾ മുമ്പിലെത്തി. എന്തുവാണ് ഈ പറയുന്നത്? ആവർത്തിച്ച് കേൾക്കുക. ആവർത്തിച്ച് കേട്ടിട്ട് എൻ്റെ ഉള്ളിൽ എവിടെയാണ് ബ്ലോക്ക് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് എത്ര പണവും എത്ര പ്രോപ്പർട്ടിയും എത്ര സമ്പന്നതയും ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രാക്ടീസ് നമ്മിൽ ചെയ്തു കഴിഞ്ഞാൽ, ചില മാറ്റങ്ങൾ നമ്മിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഒരു ഒഴുക്കം മട്ടോടുകൂടി കേട്ടിരുന്നിട്ട് കാര്യമില്ല. നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ടാവും, വെറുതെ ഒന്നും തരില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള ഒരു 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 പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പണവും പ്രശസ്തിയും നല്ല ജീവിതവും ഒക്കെ നമ്മളെ തെരഞ്ഞു നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് തെരഞ്ഞു നടക്കുന്നുണ്ട്. നമ്മളെ ഒരു തരത്തിലും പരിഷ്കരിക്കാതെ, അപ്ഡേറ്റ് ചെയ്യാതെ, നമ്മുടെ നോളജ് തന്നെയാണ് അവസാനത്തെ നോളജ് എന്ന രൂപത്തിൽ നമ്മളെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് അത് നമ്മളോട് വരാത്തത്. നമ്മളെ ഞാനിപ്പോ പറയാൻ പോകുന്ന രൂപത്തിൽ ഒന്ന് മാനേജ് ചെയ്ത് നമ്മുടെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമൃദ്ധിയും പണവും എല്ലാം നിങ്ങളോട് വരും. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ എനിക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, എനിക്ക് ഡിഗ്രി ഇല്ല, PG ഇല്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും, സാറേ ഞാൻ 4ാം ക്ലാസ്സും ഗുസ്തിയുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്കും വിജയിക്കുവാൻ സാധിക്കും. ഇനി എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും, ഇപ്പൊ നമുക്ക് അറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക്, ഈ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് സുക്കംബർഗ്, ഹി ഡിഡ്ന്റ് ഫിനിഷ് ഹിസ് ഡിഗ്രി. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ല, പിന്നീട് എടുത്തിട്ടുണ്ട്. യൂസുഫ് അലി സാറ് PDC പൂർത്തിയാക്കാതെയാണ് പോയത്, പിന്നീട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വിജയിച്ചത് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല. തോമസ് ആൽവ എഡിസൺ നമുക്കറിയാം, അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പഠിക്കുവാൻ കൊള്ളുന്നവനല്ല, ഞങ്ങൾക്ക് ഇവനെ പഠിപ്പിക്കുവാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ നിന്നും ഇവനെ പേര് വെട്ടി പോകണം എന്ന് തോമസ് ആൽവ എഡിസന്റെ ടീച്ചർ അദ്ദേഹത്തിന്റെ മദറിന് എഴുതിയത് ലോക പ്രശസ്തമാണ്. ആ അമ്മ ആ കത്ത് തുറന്നുകൊണ്ട് മകന് മുമ്പിൽ കത്ത് തുറന്നപ്പോൾ മകൻ ചോദിച്ചു, എന്താണ് അമ്മ ടീച്ചർ എഴുതിയത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അമ്മ പറഞ്ഞു, അതാണ് അമ്മ. സാധാരണക്കാരാണെങ്കിൽ എന്ത് പറയും? എന്ത് പറയാനാ, നീ തീരെ കൊള്ളില്ല, നീ സ്കൂളിൽ പോവണ്ട, നീ എന്തുവാ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അതല്ല പറഞ്ഞത്. തോമസ് ആൽവ എഡിസന്റെ മദർ പറഞ്ഞു,
നിന്നെ പഠിപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല, നിന്നെ പഠിപ്പിക്കുവാൻ മാത്രം യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് മോനെ, ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ അതിനേക്കാൾ മുകളിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അവരും ഈ പറഞ്ഞ പോലെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരുന്നു. ആ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത തോമസ് ആൽവ എഡിസൺ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചത്, ഏറ്റവും കൂടുതൽ പാറ്റന്റ് എടുത്തത്. മനസ്സിലായോ? അതേപോലെ ഹെൻറി ഫോർഡ്. ഇനിയിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വിജയവും അക്കാദമിക് ക്വാളിഫിക്കേഷൻ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്നതല്ല പറയുന്നത്. അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കും വിജയിക്കാം, ഉള്ളവർക്കും വിജയിക്കാം. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ, സാറേ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല സർ, എങ്ങനെ വിജയിക്കുന്ന അങ്ങ് ഈ പറയുന്നത്? അതാ ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സ്പാർക്ക് ലഭിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ആ ഫോർമുല ലഭിക്കുക എന്ന് ഈ ക്ലാസ്സുകൾ, നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകളുണ്ട്. ഇന്ന് എല്ലാവരും പങ്കെടുത്തു, നാളെ പങ്കെടുക്കാതിരിക്കുന്നത്, എല്ലാ ദിവസവും പങ്കെടുക്കുക. അപ്പൊ കൃത്യമായി കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അയാളുടെ മാനസിക സാന്നിധ്യമുണ്ടെങ്കിൽ, മെന്റൽ പ്രസൻസ് അയാൾക്കുണ്ടെങ്കിൽ അയാളെ വിജയം കാത്തിരിക്കുന്നു. ഞാൻ അതാ മെഡിറ്റേഷനൊക്കെ 100% പറയുന്നത്. മാനസിക സാന്നിധ്യമുണ്ടെങ്കിൽ അയാളെ വിജയം കാത്തിരിക്കുന്നു. മാനസിക സാന്നിധ്യമുണ്ടെങ്കിൽ അയാളെ വിജയം കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ വിജയം ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നു? ശ്രദ്ധയുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായോ? അപ്പോ ഒരു കാര്യം നെപ്പോളിയൻ ഹില്ല് പറയുന്നത്, രണ്ട് വിഷയത്തിലാണ് എല്ലാ ആളുകൾക്കും സമൃദ്ധി ഉണ്ടായത്. ഒന്ന്, അവരുടെ മനസ്സിൽ ഒരു ആശയം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആശയം ഇട്ട് തരാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആശയം ഇട്ട് തരാൻ പോവാണ്. നിങ്ങളെ ഞാൻ ഭയത്തിൽ നിന്നും നിർഭയത്വത്തിലോട് നയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ആശയത്തിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആശയം കിട്ടാൻ വേണ്ടി പോവാണ്. സാറ് പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ബാധ്യതകൾ ഉണ്ടെങ്കിലും, നയാ പൈസ കയ്യിൽ ഇല്ലെങ്കിലും പണക്കാരനാകുവാൻ സാധിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പഠിച്ചെടുക്കണമല്ലോ. അതൊരു ആശയമാണ്. അപ്പോ എല്ലാവരും തുടങ്ങിയത് ഒരു ആശയത്തിൽ നിന്നാണ്. പിന്നെ ആശയം മാത്രം ഉണ്ടായാൽ പോരാ, ആ ആശയം പ്രാവർത്തികമാക്കുവാനുള്ള ഒരു റെഡിനെസ്. മനസ്സിലായില്ലേ? ഒത്തിരി ആൾക്കാർക്ക് ആശയമൊക്കെ ഒരുപാട് ആശയം ഉണ്ടാവും, പക്ഷെ റെഡിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ മിനിമം ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ ഒരു 3-4 മാസം സഞ്ചരിക്കുകയെങ്കിലും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ 2 കാര്യം നിങ്ങൾക്കുണ്ടാവും. ഒന്ന്, നിങ്ങൾക്കുണ്ടാവുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ആശയങ്ങൾ കിട്ടും. ഒരു ആശയവും കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആണ്. ആശയങ്ങൾ നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ മനസ്സ് അത്രയും ശാന്തമാകുമ്പോൾ നമുക്ക് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ ആശയമുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ആശയം സ്വീകരിക്കാം. രണ്ടാമത്തത് റെഡിനെസ് ആണ്. ഒരു റെഡിനെസ് വേണം. റെഡിനെസ് എന്ന് പറഞ്ഞാൽ സന്നദ്ധനാവണം. ഞാൻ ഇനി ഒരു പിന്നോട്ട് പോക്കില്ല, എനിക്ക് പണക്കാരനായേ പറ്റൂ, എനിക്ക് സമ്പത്തുണ്ടാവണം. അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനെ ഉണ്ടാവും മോനെ, നിന്റെ പോക്കറ്റ് കാലിയാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നായിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, റെഡിനെസ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ആശയമാണ്, അതുപോലെ തന്നെ സന്നദ്ധതയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കൈവശമുള്ള പണമുണ്ടാക്കുവാൻ, ധനമുണ്ടാക്കുവാൻ, റിച്ച്നെസ്സിലോട്ട് പോകുവാൻ നമ്മുടെ കൈവശമുള്ള ഏക ആയുധം നമ്മുടെ ചിന്തയാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ലല്ലോ, ചിന്തയാണ്. നമുക്കറിയാം.
പക്ഷേ ഈ ചിന്ത നമ്മൾ കുറെ കാലമായിട്ടുണ്ടല്ലോ കരീം സാറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ലല്ലോ. ചിന്ത ഇന്നും നിലയല്ലല്ലോ, നമ്മുടെ കയ്യിൽ എന്നോ ചിന്തയുണ്ടല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചിന്തിച്ചാൽ പോരാ. നമ്മുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമായ ചിന്തയെ താജ്മഹൽ ഉണ്ടാക്കിയത് ഒരാൾ ചിന്തിച്ചിട്ടാണ്, റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത് ചിന്തിച്ചിട്ടാണ്, ഇപ്പോ വിനാശം നയിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കിയതൊക്കെ ചിന്തിച്ചിട്ടാണ്. അപ്പൊ ഈ ചിന്ത സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒന്നാണെങ്കിലും ഇതിന് സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒരു പവർ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങണം. 100 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്തക്ക് മൂർച്ച ഉണ്ടാവില്ല. ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ലക്ഷ്യം വെക്കുക, എനിക്ക് പണക്കാരനാവണം. പണക്കാരനാവാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതൊരു ലക്ഷ്യമാണ്. എന്താ നിങ്ങളുടെ ബിസിനസ്? എനിക്ക് ഇന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ന എന്താ പറയുക, ഷോപ്പ് തുടങ്ങണം. എന്തുമാവട്ടെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ എന്നതല്ല, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ആശയമുണ്ട്, എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന്, അതല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാമെന്ന ഒരു ആശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് റെഡിയാണെങ്കിൽ, ആ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അതിൽ തന്നെ കോൺസ്റ്റന്റ് ആയി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അത് നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായ ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോഴാണ് നിങ്ങളുടെ ചിന്തക്ക് സൃഷ്ടിക്കുവാനുള്ള കഴിവ് കിട്ടൂ. മനസ്സിലായോ? ഈ ക്ലാസ് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. ഇനി വരാൻ പോകുന്ന ക്ലാസ്സും ആവർത്തിച്ച് കേൾക്കണം. അധികം ആൾക്കാർക്കും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും, കുറച്ചങ്ങ് പ്രവർത്തിക്കുമ്പോൾ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും, അതോടുകൂടി അങ്ങ് നിർത്തിപ്പോകുന്ന ആൾക്കാരാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിജയിക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പണക്കാരനാവണമെന്നും സമ്പന്നനാവണമെന്നും ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ? ഉടൻ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് അതിൻ്റെതായ ചില പ്രവൃത്തി ചെയ്താൽ പണം വരും. പണം വരും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്കും വരും. അതല്ലാതെ ഇന്ന് ഒരു സ്വിച്ച് ഇട്ട് നാളെ തന്നെ പണം വരിക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. ഒരു വിത്ത് ഇന്ന് നട്ട് നാളെ തന്നെ അത് മാങ്ങയായി വരിക എന്നത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പണക്കാരനാവാം, അതിലപ്പുറമുള്ളതെല്ലാം ആവാം. ഒരു പണക്കാരനാവുക എന്നത് മാത്രമല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. പണക്കാരനാവുക, പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകുവാനുള്ള ഒരു മാർഗമാണ്. ലക്ഷ്യം അതിനേക്കാളും ഉന്നതമായിരിക്കണം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, റെഡിനെസ്സും ആശയവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തക്ക് ചൈതന്യം അല്ലെങ്കിൽ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ടാവുന്നത്. അപ്പോഴാണ് ചിന്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധമാവുന്നത്. അദ്ദേഹം എഡ്വിൻ ബാൻസന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. എഡ്വിൻ ബാൻസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്താഗ്രഹം? അക്കാലത്ത് അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രശസ്തനും സമ്പന്നനും കോടീശ്വരനും എല്ലാമായ ലോക പ്രശസ്തനായ തോമസ് ആൽവ എഡിസന്റെ കൂടെ എനിക്കും ബിസിനസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ കൂടെ എനിക്കും ബിസിനസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആവണം. ഇതാ അദ്ദേഹത്തിന്റെ ലക്ഷ്യം, ആഗ്രഹം. പക്ഷേ 2 കാര്യം അദ്ദേഹത്തെ തടഞ്ഞു. 2 കാര്യം അദ്ദേഹത്തെ തടഞ്ഞു. എന്താ കാര്യം? ഒന്ന്, തോമസ് ആൽവ എഡിസൺ ഇയാൾക്ക് അറിയില്ല. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യനെ അറിയില്ല എന്നല്ല, അദ്ദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചൊലുത്തിക്കൊണ്ട് ഏതെങ്കിലും ശക്തരായ ആൾക്കാരോട് എഴുത്ത് വാങ്ങിപ്പോവാനുണ്ടോ? അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്വാധീനവും ഇദ്ദേഹത്തിനില്ല. 2, ന്യൂജേഴ്സിയിൽ വരെ പോകുവാനുള്ള വണ്ടിക്കൂലിയുമില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ?
വളരെ ശ്രദ്ധിക്കണം ഈ ഒരു ക്ലാസ്, വളരെ ശ്രദ്ധിക്കണം. ന്യൂ ജേഴ്സിയിൽ പോകുവാനുള്ള വണ്ടിക്കൂലിയില്ല. ഈ രണ്ട് പ്രതിബന്ധങ്ങളാണ് ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് തോമസ് ആൽവ എഡിസന്റെ ബിസിനസ് പങ്കാളികളാവണം. അതിൽ അദ്ദേഹത്തിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം ചരക്ക് വാഹനങ്ങളിൽ കയറി തോമസ് ആൽവ എഡിസന്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് തന്റെ ആഗ്രഹം നേരിട്ടെന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഒരാളും നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറയില്ല. അയാൾക്ക് ജോലി പോലും കിട്ടിയില്ല. പക്ഷേ കത്തുന്ന ആഗ്രഹമുണ്ടായിരുന്നു, ക്ഷമയുണ്ടായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഈ തിയറി അദ്ദേഹം പ്രാക്ടിക്കൽ വൽക്കരിച്ചു. അങ്ങനെ കുറെ റിക്വസ്റ്റിന് ശേഷം ഒരു അപ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ് ബാൻസന് തോമസ് ആൽവ എഡിസൺ കൊടുക്കുന്നത്. ആ ജോലി അദ്ദേഹം തുടരുകയും തന്റെ സ്വപ്നം തന്റെ മനസ്സിൽ ആളിക്കത്തിച്ച് നിർത്തുകയും ചെയ്തപ്പോ, ശ്രദ്ധിക്കണം, തന്റെ പ്രവൃത്തി അദ്ദേഹം നീറ്റായി ചെയ്തപ്പോ, നീറ്റാക്കും, ഒരു ലക്ഷ്യമുള്ളവൻ അതൊക്കെ ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അവസരം ലഭിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, പല ആളുകളും ദൈവത്തിന് ട്യൂഷൻ എടുത്തു കൊടുക്കാറുണ്ട്. എങ്ങനെ ട്യൂഷൻ എടുത്തു കൊടുക്കാറുള്ളത്? അവർക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള വഴികളും അവരുടെ മുമ്പിൽ ഉണ്ടാവും. ഒരുപക്ഷെ ആ വഴി എന്തായിരിക്കും? അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ഇന്ന സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യണം എന്നായിരിക്കും ഇവരുടെ ആഗ്രഹം. അപ്പൊ അവർ എന്ത് ചെയ്യും? വിഷ്വലൈസേഷൻ ചെയ്യും. ഇന്ന പ്രോപ്പർട്ടി ഒരാൾ വിൽക്കുന്നു, ഒരാൾ വാങ്ങുന്നു, നമ്മൾ വിൽക്കുന്നു, കുറെ ക്യാഷ് കിട്ടുന്നു, നമ്മൾ വേറെ ബിസിനസ് കൊടുക്കുന്നു. അങ്ങനത്തെ പരിപാടിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് വീടുണ്ടാക്കണം, എനിക്ക് കാറ് വാങ്ങണം, ഇതാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം ഇതാണ്. അതിന് ഞാൻ എൻ്റെ ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് വേണോ, എൻ്റെ എന്താ പറയുക ആധാരം കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെച്ചിട്ട് വേണോ? ഇതൊന്നും നിങ്ങളുടെ കൺസേണേ അല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിക്കുവീ, നൽകപ്പെടുമെന്നാണ്. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് വേണ്ടത് ഇന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അതിനുള്ള വഴികൾ നൽകേണ്ടത് പ്രപഞ്ച ശക്തിയാണ്, ദൈവമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. നമ്മൾ ദൈവത്തിന് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇന്നത് വേണം, അതിന് ദൈവമേ നീ ഈ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരാൾ നല്ല വിലക്ക് വിറ്റിട്ട് എനിക്ക് അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല. അതുകൊണ്ടാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് തന്നെ. ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാർഗത്തിലൂടെ ആയിരിക്കില്ല അത് ഓപ്പൺ ആവുന്നത്. പലപ്പോഴും അത് ഓപ്പൺ ആവുന്നത് എങ്ങനെയായിരിക്കും? ഈ എല്ലാ അവസരങ്ങളും മുമ്പിൽ വരുമ്പോൾ ഇത് അവസരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതാണ് മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും പരാജയത്തിന് കാരണം. ക്യാൻ യു അഗ്രി വിത്ത് മീ? നിങ്ങൾ ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ചാൽ ഉറപ്പാ അത് നടക്കും. പക്ഷെ ഈ ആഗ്രഹം വേഷം മാറിയാണ് വരിക. ഒരിക്കലും നേർക്കുനേരെ നിങ്ങൾ വിചാരിച്ച പോലെ വരില്ല. അതുകൊണ്ട് ഈ ആഗ്രഹം ഈ രൂപത്തിൽ നേടണം എന്ന് നിങ്ങൾ ചിന്തിക്കാനും പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ആഗ്രഹം നടക്കൂല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ആഗ്രഹം നടക്കൂല. എനിക്ക് 1 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് വേണം, എനിക്കൊരു 1.5 കോടിയുടെ ഒരു വാഹനം വേണം, അല്ലെങ്കിൽ എനിക്കൊരു 3500-5000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വേണം, അല്ലെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് വീട് വേണം. ആ വീട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഇതല്ല. കാരണം അതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ആ വിചാരിക്കാത്ത വഴിയിലൂടെ അത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കൂല. നമ്മൾ കണ്ടതെന്താ? അത് വിറ്റിട്ടാണെന്നുള്ളതാണല്ലോ. അതൊരിക്കലും ബുക്കുമില്ല. ഈ വന്ന അവസരം നമ്മളത് കാണൂല. ഇതാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുക. കുറച്ചു കാലം, 1-2 ദിവസമല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഈ അവസരങ്ങൾ വന്നപ്പോ അദ്ദേഹത്തിന് എന്താ പറയാ, ഇത് മനസ്സിലാക്കാൻ ആദ്യം സാധിച്ചില്ല. കാരണം അവസരങ്ങൾ എപ്പോഴും ഒരുപക്ഷെ ബാഡ് സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം വരിക, ക്രൈസിസ് ആയിട്ടായിരിക്കാം വരാം, ചിലപ്പോൾ പരാജയത്തിന്റെ രൂപത്തിലായിരിക്കാം വരിക.
മനസ്സിലായില്ലേ? ചിലപ്പോ മുന്നിലൂടെ ആവില്ല, പിന്നിലൂടെ ആയിരിക്കും വരിക. ചിലപ്പോ നിർഭാഗ്യത്തിന്റെ രൂപത്തിലായിരിക്കും വരിക. അതുകൊണ്ടാണ് ലക്ഷ്യം വെച്ചിട്ടും ആളുകൾ ആ ലക്ഷ്യം കാണാത്തത്. മനസ്സിലായി? എന്റെ പുസ്തകമുണ്ട്, വിജയത്തിന്റെ രസതന്ത്രം. ആ പുസ്തകത്തിൽ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്, ഒരു എഞ്ചിനീയറുടെ കഥ. അദ്ദേഹം തന്റെ ഓർഡർ എന്താ പറയാ, ഒരു കമ്പനിയിൽ പോയിട്ട് അത് ഇൻസ്റ്റാളേഷൻ നടത്തുമ്പോഴാണ് അത് കംപ്ലൈന്റ് ആയ, വർക്ക് ചെയ്യാത്ത സാധനമാണ് എന്ന്, താൻ ഉണ്ടാക്കിയതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. തളർന്നു പോയി. കുറെ പണം വാങ്ങി, അതൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും വേണ്ടി ഇൻവെസ്റ്റ് നടത്തി, പ്രൊഡക്റ്റ് ഇവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. തളർന്നു പോയി. മനസ്സിലായില്ലേ? അദ്ദേഹം ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന് രക്ഷപ്പെട്ട കഥ എന്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്തിനും ഒരു പരിഹാരമുണ്ട്. അത് രക്ഷപ്പെടുക മാത്രമല്ല, അതോടുകൂടി അദ്ദേഹം പിന്നെ കോടീശ്വരനായിട്ട് മാറി. അപ്പൊ നമ്മൾക്കൊരു പക്ഷെ പരാജയത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിന്റെ രൂപത്തിലായിരിക്കാം, ഒരിക്കലും നേരെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ തന്നെ ആയിക്കോളുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഹാപ്പി പാർക്ക് ആയിരിക്കാം, മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇതിലെ ട്രഷർ കോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇതിലെ മണി മൈൻഡ് സെറ്റ് ആയിരിക്കാം. അപ്പോ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ബെൻസ് എന്ത് ചെയ്തു? ബെൻസ് ഈ എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി വരുമ്പോ അദ്ദേഹം ആദ്യമൊക്കെ പതറിയെങ്കിലും അത് അദ്ദേഹം സ്വീകരിച്ചു. അതായത് ആ ഓപ്പർച്യൂണിറ്റി വന്നത്, തോമസ് ആൽവ എഡിസൺ ഒരു ഉപകരണം കണ്ടുപിടിച്ചു. ആ ഉപകരണത്തെ കുറിച്ച് നാട്ടിലാർക്കും ഒരു പേരുമില്ല, ആവശ്യമില്ലാത്തത്. അതായത് ഒരു എന്താ പറയാ, റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. അതായത് അതൊന്നും അന്നത്തെ കാലത്ത് ആവശ്യമില്ല. ചൈനയിൽ പോയിട്ട് ഒരാൾ ചെരുപ്പ് വിൽക്കാൻ വേണ്ടി പോയപ്പോ ചൈനയിൽ ഒരു മനുഷ്യനും ചെരുപ്പ് ഇടുന്നില്ല. പിന്നെ ചൈനയിൽ കൊണ്ടുപോയിട്ട് ചെരുപ്പ് വിറ്റിട്ട് എന്താന്ന് ചോദിച്ചൊരു കഥയില്ലേ എന്നതുപോലെ. അതുകൊണ്ട് സെയിൽസ്മാൻമാരൊക്കെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, അതൊരു അവസരമാക്കിയെടുത്ത് ബാൻസൺ പ്രവർത്തിച്ചപ്പോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പണമൊന്നുമില്ലെങ്കിലും, നമ്മൾ എത്ര കോടികൾ ബാധ്യതയാണെങ്കിലും, നമുക്ക് മനസ്സാന്നിധ്യം വീണ്ടെടുക്കുവാനും, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതിനെനിക്ക് ഒരു വലിയ പ്രൊജക്റ്റ് എൻ്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ ഒരു ആശയം എനിക്ക് പ്രാവർത്തികവൽക്കരിക്കണം എന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇവിടെ ബാൻസൺ ഉണ്ടായിരുന്നത് സെൽഫ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്കതാവണം, ആയേ പറ്റൂ, വേറെ ഒരു ഓപ്ഷൻ എൻ്റെ ഉള്ളിലില്ല. മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല, അൺഷേക്കബിൾ ആയിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വിൽ പവർ ഉണ്ടായിരുന്നു, ഒടുക്കത്തെ വിൽ പവർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ചായക്ക് പോലും പൈസ ഇല്ലാതിരുന്ന, ന്യൂജേഴ്സിയിലോട്ട് വണ്ടി കയറുവാൻ വേണ്ടി, പ്രോപ്പറായിട്ട് വണ്ടി കയറുവാൻ വേണ്ടി പോലും പണമില്ലാതിരുന്ന ബാൻസന് പണം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഒരൊറ്റ കാര്യം. ആ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദാരിദ്രന് സമ്പന്നനാകുവാൻ സാധിക്കും എന്ന ഒരു വിശ്വാസം ആദ്യം നിങ്ങൾ കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം, മനസ്സാന്നിധ്യത്തിൽ നിൽക്കുവാൻ നിങ്ങൾ പഠിക്കുക. അതാണ് ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷനിൽ പറഞ്ഞത്. എത്ര ഡീപ്പാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. എല്ലാ ദിവസവും നമ്മൾ തീർത്തും സൗജന്യമായിട്ട് ഒരു മനുഷ്യന് മനസ്സാന്നിധ്യം ഉണ്ടായാൽ തന്നെ, കാരണം മനസ്സാന്നിധ്യം ഉള്ളവനെ ജീവിക്കുന്നുള്ളൂ, മനസ്സാന്നിധ്യം ഉള്ളവനെ ജീവിക്കുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ മരിച്ചവര് തുല്യമാണ്. അവരോടൊരു കാര്യം പറഞ്ഞാൽ അവർ കേൾക്കില്ല. മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ, അതിന്റെ അർത്ഥം സത്യത്തിൽ എന്താ ചോദിക്കുകയാണെങ്കിൽ, അവർ മരിച്ചവർക്ക് തുല്യമാണ്, അവർ കേൾക്കില്ല, അവർക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? അവർ ഇവിടെ അല്ല ഉള്ളത്. അവരുടെ കഴിഞ്ഞ പോയ കാലത്തെ പരാജയങ്ങളിലോ വരാനിരിക്കുന്ന കാര്യത്തിന് ഉത്കണ്ഠകളിലോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസൻസ്
മൊമെന്റിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. കാര്യം നമ്പർ 1, പാവപ്പെട്ടവർക്ക് പണക്കാരനാകുവാനുള്ള ഒരു ഫോർമുലയുണ്ട്. 2, നിങ്ങളെ എഡ്യൂക്കേഷനോ അക്കാദമിക് ക്വാളിഫിക്കേഷനോ നിങ്ങൾ ഇപ്പോഴത്തെ ബാധ്യതകളോ ഒന്നും നിങ്ങളെ ഒരു കോടീശ്വരനാക്കുന്നതിൽ നിന്ന് തടയുന്നതല്ല. അടുത്തൊരു കാര്യം, കൃത്യമായ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ്, അതിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ചിന്തയുടെ ശക്തി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള ശക്തി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. മനസ്സിലായി? അതേപോലെ തന്നെ ഓരോ ആശയങ്ങളിൽ നിന്ന്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആശയം കിട്ടിയില്ലേ പ്രിയപ്പെട്ടവർ? ഒരു ആശയം കിട്ടി, ഒത്തിരി ആശയങ്ങൾ കിട്ടിയില്ലേ? ആശയങ്ങളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആശയങ്ങൾ മാത്രമല്ല, റെഡിനെസ്സും വേണം. അതിനുവേണ്ടി നമ്മൾ മനസ്സ് ഓപ്പൺ ആക്കി വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരം നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ അവസരം വരുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ പരാജയപ്പെടും. അതാണ് പ്രപഞ്ച നിയമം. നേർക്കും നേരെ ഒന്നും ആർക്കും ഒന്നും ദൈവം കൊടുക്കൂല. കാരണം നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കുഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, പ്രപഞ്ച നിയമം കുഞ്ഞുങ്ങളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കുഞ്ഞ് പലതവണ വീഴാതെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ഏതൊരു കുഞ്ഞും വീണാണ് എഴുന്നേൽക്കാൻ വേണ്ടി പഠിക്കുന്നത്. പക്ഷേ വീണ് എഴുന്നേൽക്കാൻ വേണ്ടി പഠിക്കുമ്പോ ബിസിനസ്സുകാരൻ വീഴുമ്പോൾ അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നടക്കാതെ വരുമ്പോൾ, ആ നടക്കാതെ വരുന്നതിന്റെ തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് കാത്തുവെച്ചത്. പക്ഷെ ഈ നടക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ആ ഒരു പരാജയം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെയുള്ള കടന്നു വരവ്. എന്റെ ദൈവമേ, ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കാൻ താങ്കളോട് ആര് പറഞ്ഞു? ദൈവത്തിന് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതൊരു നേട്ടത്തിന് മുമ്പിലും ഈ രൂപത്തിലുള്ള ഫെയിലിയേഴ്സ് സംഭവിക്കും. ഫെയിലിയേഴ്സ് സംഭവിച്ചാൽ ലോ ഓഫ് പൊളാരിറ്റി പ്രകാരം അതിന് തൊട്ടുപുറത്ത് എത്ര വലിയ ഫെയിലിയർ ആണോ അത്രയും വലിയ അവസരം കാത്തിരിക്കുന്നതിനെ തിരിച്ചറിയുക. മനസ്സിലായോ? അതേപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ, അൺഷേക്കബിൾ ബിലീവ്, വിൽ പവർ. സ്വയത്തെ മോട്ടിവേഷൻ ചെയ്യണം. സ്വയം നമ്മളോട് സംസാരിക്കുന്ന സംസാരത്തെ ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് മെഡിറ്റേഷൻ ക്ലബിൽ, റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനാണ് ഹാപ്പി പാർക്കിൽ തന്നെ ഒരു 10 ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട്, റിച്ച്നെസ് മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഒരു 2025 മുതൽ ഈ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് തന്നെ ഏകദേശം 1000-നടുത്ത ആളുകൾ ആ കോഴ്സ് പൂർത്തിയാക്കി. മനസ്സിലായോ? ട്രഷർ പോലുള്ള കാര്യം, ഇതൊക്കെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലൈഫിനെ മാറ്റുവാൻ സാധ്യമാണ്. പണം വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായോ ഇല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇത് ആവർത്തിച്ച് കേൾക്കുക. ആവർത്തിച്ച് കേട്ട് ഈ വരികൾക്കിടയിൽ തുളഞ്ഞു കയറുന്ന, ശരിയാണ് സാറേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല, എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു ലക്ഷ്യം സ്പെസിഫിക് ആയിട്ട് എനിക്കില്ല, പോയി. പിന്നെ നിങ്ങൾ ചിന്താശക്തി വർക്കേയില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ സെൽഫ് ബ്ലെയിമിംഗ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, പരാതിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കാണാത്ത ബ്ലോക്കുകൾ. മനസ്സിലായില്ല? അതുകൊണ്ട് ആശയങ്ങൾ പുതിയതായി സ്വീകരിക്കുക, സന്നദ്ധനാവുക, ലക്ഷ്യം സെറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓരോ പരാജയം വരുമ്പോഴും സന്തോഷിക്കുക. എന്നെ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവ് പരിശീലിപ്പിക്കുകയാണ്, ഈ പരാജയത്തിന് തൊട്ടപ്പുറത്താണ് വിജയം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അപ്പുറത്ത് വിജയത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ ഇന്ന് ഞാൻ തുടങ്ങി വെക്കുകയാണ്. നാളെ ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടാവും. എല്ലാവരും ലൈവായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ലൈവായിട്ട് പങ്കെടുക്കണം. മനസ്സിലായില്ലേ? നാളെയും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്,
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മണി മൈൻഡ് സെറ്റിലൊക്കെ 10 ദിവസം പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് കുറച്ച് ആൾക്കാർക്ക് ഒന്ന് സംസാരിക്കാം ഈ ഒരു സമയത്ത്. മണി മൈൻഡ് സെറ്റിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പങ്കെടുത്തവരോ ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ആൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സംസാരിക്കാം. കാരണം ഒത്തിരി പുതിയ ആൾക്കാരുണ്ട്, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ പ്രിയപ്പെട്ടവര്? ഏതൊരാൾക്കും പണക്കാരനാവാൻ കഴിയില്ലേ പ്രിയപ്പെട്ടവരെ? ഒന്നോ രണ്ടോ ആൾക്ക് സംസാരിക്കാം. ആര് സംസാരിക്കുന്നു? 1-2 ആൾ മാത്രം മൈക്കോണാക്കാം. ഒത്തിരി ആൾക്കാരുണ്ട്. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. പറഞ്ഞോളൂ സർ, ഞാൻ മണി മൈൻഡ് സെറ്റ് പങ്കെടുത്ത ഒരാളാണ് സാറേ. അത് ഞാൻ ഇപ്പോഴും ഓരോ ക്ലാസ്സും കേൾക്കുന്നു. ഇന്നലെ ഞാൻ 1ാമത്തെ ക്ലാസ് കേട്ടു സാറേ. അത് എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ ആദ്യമൊക്കെ എന്റെ സെയിലൊക്കെ കൊടുക്കുന്നത് 200 റുപ്പീസിനാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ചെയ്തിട്ട് ഓരോ സെയിലും ഞാൻ ഓരോ ഇൻഡിവിജ്വലിനെ ഞാനത് 500 ആക്കി മാറ്റി. അപ്പൊ നമ്മൾ അധികം പണിയെടുക്കേണ്ട കാര്യം വരുന്നില്ല. ചെറിയ ഒരു പണി കൊണ്ട് തന്നെ നമുക്ക് വലിയ എമൗണ്ട് വരാൻ തുടങ്ങി. അപ്പൊ സാറിന് തന്ന പൈസയൊക്കെ തന്നെ എനിക്ക് ആദ്യത്തെ 4 സെയിലിൽ തന്നെ കിട്ടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് വളരെ അത്ഭുതമാണ് സർ. സർ, ഇന്നത്തെ ക്ലാസ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതാണ് ഞാൻ ഇതിലേക്ക് സംസാരിക്കാൻ വന്നത്. സർ, ഇത്രയും കാലം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ചിന്തക്ക് എന്താ പ്രശ്നം? ചിന്തയാണ് സൃഷ്ടി എന്ന ആ യാഥാർത്ഥ്യം ഇന്ന് സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് സർ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. താങ്ക് യു സോ മച്ച് സർ. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഒന്ന് സംസാരിച്ചേ, വേറെ ഒരാളുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേ. ഹലോ സാർ. പറയൂ. ഹലോ സാർ, ഞാൻ എക്കീവ തിരുവനന്തപുരം. ഞാൻ ഈ മണി മൈൻഡ് സെറ്റിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും നടക്കൂല ഇപ്പോഴൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നതാണ് വരുന്നതിന് മുമ്പേ. അതേസമയത്ത് വന്നതിന് ശേഷം അത് എങ്ങനെയാണ് നടന്നതെന്ന് പുഷ്പം പോലെ നടന്ന്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും എളുപ്പത്തിൽ എനിക്കൊരു കുറച്ച് പൈസ വേണമായിരുന്നു. അത് ഒരാൾ ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ കൈ വീട്ടിൽ കൊണ്ട് തന്ന്. അത്ര എനിക്ക് പല പല അനുഭവങ്ങളും ഉണ്ട് സാർ. ഇത് എന്തായിരുന്നാലും ഇത് എനിക്ക് ഇന്നത്തെ ക്ലാസ് കേട്ട് ഇത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം നടക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് നേരത്തെ ഉള്ളതാണ്. എന്നാലും അത് ഇപ്പൊ ഇത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയത് ഇതിൽ കയറിയതിന് ശേഷമാണ്. അതുകൊണ്ട് അടുത്ത ഈ ട്രഷർ കോഴ്സിന് ഞാൻ ഓഗസ്റ്റിൽ അതിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നടക്കുമെന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ പേരും ഇതിൽ കൂടെ ഈ പാതയിലൂടെ നീങ്ങിയാൽ നമുക്ക് നമ്മളെ എല്ലാ വിജയങ്ങളും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് എനിക്ക് വന്നു കഴിഞ്ഞു സാർ. താങ്ക്സ് സാർ. സന്തോഷം. ട്രഷറിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, എങ്ങനെയെന്ന് കാണിക്കരുത്. അതാണ് നമ്മൾ ദൈവത്തിന് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അത് ചെയ്യരുത്. ചോദിക്കുകയും നൽകപ്പെടും, മുട്ടുകയും തുറക്കപ്പെടും. നമ്മൾ മുട്ടിയിട്ട് ഇത് എങ്ങനെയാണ് തുറക്കുക? അത് നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി ആൾക്കാർക്ക് ട്രഷർ കോഴ്സോട് ലൈഫ് മാറി, ഒത്തിരി മാറ്റം ഉണ്ടായി. ചെറിയ മാറ്റമൊന്നുമല്ല ഉണ്ടായത്. ഇത് ട്രഷർ കോഴ്സിലൂടെ ആയിരിക്കുമെന്ന് നിങ്ങൾ നേരത്തെ അറിയുമായിരുന്നു നിങ്ങൾക്ക്? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ട്രഷർ കോഴ്സിലൂടെയാണ് ഈ ജീവിതം ഇങ്ങനെ മാറുന്നത് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയില്ല. പക്ഷെ ട്രഷർ കോഴ്സിൽ നിങ്ങൾക്ക് ഒരു പ്രതിബന്ധമുണ്ട്. അതിൽ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. പ്രതിബന്ധമില്ലേ? പ്രതിബന്ധമുണ്ട്. ആ പ്രതിബന്ധത്തെ തരണം ചെയ്യുന്നവനാണ് അടുത്ത് തന്നെ ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യമുള്ളത്. അത് എന്തിനും അങ്ങനെ തന്നെ. ഒരു കാര്യവും നമുക്ക് വെറുതെ കിട്ടില്ല, ഒരു സംശയമില്ല. ശരി, ഇനി ഒരാൾ കൂടി സംസാരിക്കാം. പണം വരില്ലേ പ്രിയപ്പെട്ടവരെ? പണം വരില്ലേ? ഉറപ്പല്ലേ? ഒരാൾ കൂടി സംസാരിക്കാം. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടി സംസാരിക്കാം. സംസാരിച്ചു. ഞാൻ ആരിഫാണ്, തൃശ്ശൂരിന്ന്. ഞാനും മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആളാണ് സാറേ. എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോവാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊക്കെ കാര്യങ്ങളാവുന്നു. ഇതിൽ ചേരുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സാറിന്റെ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ ഞാൻ ചേർന്നതാണ്. അത് കണ്ട് അതിലെനിക്ക് ഭയങ്കര വിശ്വാസമായി. ഇപ്പൊ ഞാൻ ട്രഷറിയിൽ ചേർന്നു. ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പോണു സാറേ. മൈൻഡ് തന്നെ മാറി, ഭയങ്കര റിലാക്സ് ആണ്. അതായത് നമുക്ക് പെർമനന്റ് മാറ്റമാണ് വേണ്ടത്. നമ്മൾ എന്തെങ്കിലും നൊടുക്ക് വിദ്യകൾ ചെയ്താൽ, ഉദാഹരണം ചില ആൾക്കാർ ആ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഈ മന്ത്രം ഇത്ര തവണ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സംഗതി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ആ കാര്യം ചിലപ്പോൾ നടന്നു വരും. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ആ ഹാപ്പി പാർക്കിന് ട്രഷറും ഇതിലൊക്കെ പോകുമ്പോൾ ഒരു താൽക്കാലികമായ ഏതെങ്കിലും ഒരു നൈമിഷികമായ മാറ്റമാണോ സംഭവിക്കുന്നത്? അതല്ല, പെർമനന്റ് മാറ്റമാണ്. ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? പെർമനന്റ് മാറ്റം ചെയ്താൽ മതി. പെർമനന്റ് മാറ്റമല്ലേ? പെർമനന്റ് മാറ്റാൻ വേണ്ടത്. താൽക്കാലികമായിട്ട് മഴ പെയ്യുമ്പോൾ ഒരു കുട പിടിച്ചാൽ പോരാ. അത് കംപ്ലീറ്റ്ലി ഒരു നിലക്കും ചോരരുത്.
അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ എല്ലാവരും ലൈവിൽ തന്നെ പങ്കെടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവരും ഇതിന്റെ സന്ദേശം അയച്ചു കൊടുക്കുക എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. സോ നാളെ എല്ലാവരും ഉണ്ടാവില്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. നിങ്ങൾ സംസാരിച്ചാൽ എന്താ പറയാ, ഓക്കെ എല്ലാവരും ഉണ്ടാവും. സന്തോഷം. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ഇത് ആവർത്തിച്ച് കേൾക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോഴേ ഇത് മനസ്സിലാവും. മുഴുവൻ ആൾക്കും നന്ദി.